വാട്സ് അപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസി കാർ എൻ ആൻഡ് കാരൻ. നമ്മുടെ എൻസോ മറസ്ക പോസ്റ്റ് മാച്ചിൽ വളരെ അസാധാരണമായ ഒരു രീതിയിൽ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായിരുന്നു, യെസ് ഐ നീഡ് എ ന്യൂ സെന്റർ ബാക്ക്. അങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞില്ലെങ്കിലും ലിവൈ കോൾവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ആ ഒരു പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യണം, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് നമ്മുടെ അടുത്ത് എന്ന് നോക്കട്ടെ എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോഴത്തേക്കും യെസ്, ഞങ്ങൾ ഒരു പുതിയ സെന്റർ ബാക്കിനെ വേണം, ആ സെന്റർ ബാക്കിനെ സൈൻ ചെയ്യാൻ പോകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കട്ടെ എന്നുള്ളതായി. അങ്ങനെ ആദ്യം ഞാൻ ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോൾ അത് ഫെബ്രുവരി റഹ്മാനാണ് ട്വീറ്റ് ചെയ്തത്. ഞാൻ വിചാരിച്ചു, അങ്ങനെ പച്ചയ്ക്കൊരു കോച്ച് പറയുമോ ഞങ്ങൾക്ക് ഒരു സെന്റർ ബാക്കിനെ തന്നെ വേണം എന്നുള്ളത്? എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാനത് പിന്നെ എനോട് കുറെ കുറിച്ച് അന്വേഷിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യമായിട്ടൊന്നും കോട്ട് കിട്ടിയില്ല. അവസാനം ഫുൾ കോട്ട് കിട്ടിയപ്പോഴാണ് സംഭവം പുള്ളിക്കാരൻ പറഞ്ഞത് ലിവൈ കോൾവിലിന്റെ അഭാവം വളരെ അഫക്ട് ചെയ്യും ടീമിനെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്, എല്ലാ മത്സരവും കളിച്ചിരിക്കുന്ന ഒരു പ്ലെയർ ആണ്. പുള്ളിക്കാരൻ എത്രത്തോളം ടീമിന് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ടീംമേറ്റ്സിനും അറിയാം, എനിക്കും അറിയാം. അപ്പൊ നമുക്ക് എന്താണ് ഓപ്ഷൻസ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യണം, അതിന് നോക്കണം, വി വിൽ സി എന്നുള്ള രീതിയിൽ. സോ ആ ഒരു ആൻസർ ഈസ് ഫെയർ എനഫ്. കാരണം ഒരു കോച്ച് ഒറ്റയ്ക്ക് വന്നിട്ട് എനിക്കൊരു സെന്റർ ബാക്കിനെ തന്നെ വേണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് ആധികാരികമായി പോയി എന്നുള്ളത്. പക്ഷെ നേരെ മറിച്ചില്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലെയർ എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി എന്റെ സ്ക്വാഡിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് അതിനെ കുറിച്ചിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്നുള്ളൊരു വാർത്തയിൽ പുള്ളിക്കാരൻ പറഞ്ഞതിൽ എനിക്ക് തെറ്റ് തോന്നുന്നില്ല. കാരണം സ്വാഭാവികമാണ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സ്. ഇപ്പോൾ ഉദാഹരണത്തിൽ സംബടിയിലേക്ക് എന്താ പറയുക, ഒരു വെർജിൽ വാൻഡൈക്ക് ഒക്കെ ഇഞ്ചോർഡ് ആയി കഴിഞ്ഞാൽ കോച്ചിനോട് ചോദിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് കോച്ച് പറയേണ്ട ഉത്തരം തന്നെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇനി അതിന്റെ അർത്ഥം മേ ബി ചാലബയുടെ മേലിൽ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ വിചാരിക്കുന്ന പോലെ അൻസൽ മീനിയോ ഇസ് നോട്ട് യെറ്റ് റെഡി ഫോർ ദ ഫസ്റ്റ് ടീം, അല്ലെങ്കിൽ അച്ചംബോഗിനെ കൊണ്ട് മാത്രം നമ്മൾ വിശ്വസിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? ആൻഡ് മേ ബി ഹി റിയലി ഫീൽസ് വി നീഡ് എ സ്ട്രോങ് അഡീഷൻ ആൻഡ് മേക്ക് സെൻസ്. കാരണം ഒരു സീസൺ മുഴുവൻ ഇനി കോൾവിൽ ഉണ്ടാവില്ല, ഇതൊരു 2-3 മാസത്തെ ഓപ്ഷൻ അല്ല. ഹി ഇസ് ഔട്ട് ഫോർ ദി എൻറ്റയർ സീസൺ. യെസ്, ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം ഒക്കെ കഴിഞ്ഞ് റിക്കവറി ആവാം. പക്ഷെ ആ റിക്കവറി ആയി കഴിഞ്ഞാൽ പ്ലെയറിനെ പെട്ടെന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും പണി കിട്ടും. അപ്പോ അവന്റെ ബെനിഫിറ്റിനും ലിവൈ കോൾവിലിന്റെ ബെനിഫിറ്റിനും ചെൽസിയുടെ ബെനിഫിറ്റിനും അവൻ ഒരു സീസൺ മുഴുവൻ ഔട്ടായിരിക്കണം എന്നുള്ളത് തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ ഉണ്ടാവില്ല അവനെ തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നമുക്ക് പ്രഷർ ആവും അവനെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റുന്നതാണ്. കാരണം സീസണിന്റെ ഒക്കെ ഒരു ജാനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും എന്താവും അറിയില്ല, അപ്പോൾ നമുക്ക് കളിയൊക്കെ മുറുകുന്ന കളിയൊക്കെ ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് പ്രഷർ കൂടും ഒരു പ്ലെയറിനെ പെട്ടെന്ന് കൊണ്ടുവരാൻ. നേരെ മറിച്ച് നമുക്ക് അവിടെ ഒരു സോളിഡ് ലെഫ്റ്റ് സെന്റർ ബാക്ക് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ പ്രഷർ ഉണ്ടാവില്ല. അപ്പോൾ മെറസ്കയുടെ ആഗ്രഹപ്രകാരം ഇപ്പോൾ ഉള്ള സ്ക്വാഡിൽ തനിക്കുള്ള പ്ലെയേഴ്സിനെക്കാട്ടിലും ഉപരി ഒരു പ്ലെയറിനെ വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡാം ഇറ്റ്, ബാക്ക് ഇറ്റ് ബ്രോ, ബാക്ക് ഇറ്റ് അപ്പ്. വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. കാരണം കോൺഫറൻസ് ലീഗും വേൾഡ് കപ്പും നേടി തന്ന ഒരു മാനേജറാണ്. ബാക്ക് ഇറ്റ് അപ്പ്. ആൻഡ് ഇപ്പോ വി ആർ ബാക്കിംഗ് അപ്പ് ദ കോച്ച്. കാരണം നമ്മൾ നോക്കിയ സൈനിങ്സ് നോക്കിയ 2 സ്ട്രൈക്കേഴ്സിനെ കൊണ്ടുവന്നു. വി ഹാവ് ജെയ്മി കിറ്റൻസ്, വി ഹാവ് ജൂറൽ ഹാറ്റോ. ശരിക്കും പറഞ്ഞാൽ കുക്കുറയുടെ സ്ക്വാഡ് റൊട്ടേഷന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഷീസ് ബിക്കം ഇമ്പോർട്ടന്റ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അതാണ് മെറസ്ക ഡിമാൻഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡിമാൻഡ് അല്ല ആഗ്രഹിക്കുന്നതെങ്കിൽ, അവർ അഡീഷൻ കൊണ്ടുവരുന്നതിൽ എനിക്ക് യാതൊരു തെറ്റും തോന്നുന്നില്ല. കാരണം ഒരു സീസൺ മുഴുവൻ ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ആ പ്ലെയർ എങ്ങനെ ടീമിലേക്ക് അഡാപ്റ്റ് ആവും എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. കാരണം ഒരു സീസൺ കഴിഞ്ഞാലും ലിവൈ കോൾവിൽ വന്ന് ഉടനെ തന്നെ പെർഫോം ചെയ്യണമെന്നില്ല. ഹി വിൽ ടേക്ക് ടൈം. അഡാപ്റ്റബിലിറ്റി കുറെ സമയമുണ്ട്. ACL ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഈവൻ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് ടേക്ക് ടൈം ടു അഡാപ്റ്റ്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇഫ് യു ആർ സൈനിങ് ഫോർ എ ന്യൂ ലെഫ്റ്റ് സെന്റർ ബാക്ക്, ഗോ ഫോർ ഇറ്റ്. ഒരു നല്ല ഒരു സ്വീപ്പർ ലെഫ്റ്റ് സെന്റർ ബാക്ക് തന്നെ സൈൻ ചെയ്യാൻ പറ്റട്ടെ. ഇനി അഥവാ അതല്ല മെറസ്ക പറയാൻ ഐ എം കോൺഫിഡന്റ് വിത്ത് ദ ടീം, എനിക്കിപ്പോൾ സ്ക്വാഡ് റൊട്ടേഷനിൽ ഞാൻ ഹാപ്പി ആണെങ്കിൽ ദാറ്റ്സ് ഓൾസോ ഫെയർ എനഫ്. Do let me know guys your thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea Karen.